ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാനേ എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ഇന്നൊന്ന് കേൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ നോർമൽ ഹെയറും ഞാനിത് ചെയ്തതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് ഈ ഫോട്ടോയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ഇതാണ് എൻ്റെ നോർമൽ ഹെയർ. ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ സാധനം വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ തെമുവിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഒരു കേളിംഗ് റോഡ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ചെറുതായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റാൻഡിൽ നോർമൽ വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട്. നോർമൽ വാട്ടർ സ്പ്രേ ചെയ്തതിന് ശേഷം ഈ റോഡ് എടുക്കുക, മെല്ലനെ ചുറ്റിത്തുടങ്ങുക. പക്ഷെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സംഭവം ഒരു സെറ്റ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു സെറ്റിൽ 20 പീസാണ് ഉണ്ടാവുക. ഈ 20 പീസിൽ എൻ്റെ ഈ ഹെയർ കൊള്ളിക്കേണ്ടി വന്നുകൊണ്ട് ഞാൻ സ്റ്റാൻഡ്സ് കുറച്ച് തിക്കായിട്ട് എടുത്തത്. അപ്പോൾ എനിക്ക് ഇത് റോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സംഭവം ആക്ച്വൽ റിസൾട്ടിൽ ചെറിയൊരു പാളിച്ചയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു സെറ്റ് കൂടി ഓർഡർ ചെയ്തിട്ട് തിന്നായിട്ടുള്ള സ്റ്റാൻഡ്സ് എടുത്തിട്ട് ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയിൽ റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ച സംഭവം ഭയങ്കര എളുപ്പമാണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. ഇത് കറക്റ്റായിട്ട് ആ ഇതിലൂടെ റോൾ ചെയ്ത് വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യം മെനക്കെട്ട പണിയാണ്. എന്നാലും ഞാൻ ഇത് മനസ്സിൽ വിചാരിച്ചു പോയി ഒന്ന് കേൾ ചെയ്യാം. അപ്പോൾ പിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. അത് കഴിഞ്ഞ് ഇതിൻ്റെ അറ്റത്തൊരു റബ്ബർ ബാൻഡ് കൂടി ചുറ്റി കൊടുക്കുന്നുണ്ട്, ഒന്ന് മര്യാദയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. ചെയ്യുമ്പോൾ അങ്ങനെ ഹെയർ വേദന എടുക്കുന്നൊന്നുമില്ല, പക്ഷേ ഇത് ചുറ്റി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ചുറ്റിയെടുക്കാൻ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫ്രണ്ടിലുള്ള ഭാഗമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ ചെയ്തു, പക്ഷേ ബാക്കോട്ടുള്ള ഹെയർസൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഒരാളുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നെങ്കിൽ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫോൾട്ട്സും ഇതിലുണ്ട്. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ കോലം. ഓരോ സ്ഥലത്തൊക്കെ ലൂസായി വന്നിട്ടുണ്ട്. സാറില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളിത് വെക്കാൻ പോവാണ്. ഏകദേശം 1 മണിക്കൂർ വെച്ചിട്ടുണ്ടാവില്ല. 1 മണിക്കൂറിൽ താഴെ മാത്രമേ ഞാനിത് അതേപോലെ വെച്ചിട്ടുള്ളൂ. നമുക്കിത് അഴിച്ചു നോക്കാൻ സമയമായി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഏതായാലും ചുറ്റുന്ന പാട് അഴിച്ചു നോക്കാനില്ല, പക്ഷെ റബ്ബർ ബാൻഡ് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര. അപ്പം നമുക്ക് മെല്ലനെ അഴിക്കാം. ഫസ്റ്റത്തെ ഒരു സ്റ്റാൻഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഹാപ്പി ആയിനി. അത്യാവശ്യം കുറച്ച് പാളിപ്പോയിനെങ്കിലും കുഴപ്പമില്ല അല്ലേ? സംഭവം കേളായി വന്നിട്ടുണ്ടോ, നമ്മളത് മാത്രം നോക്കിയാൽ മതി. ഫ്രണ്ടിലോട്ടുള്ളതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടീനി, പക്ഷേ ബാക്കിലോട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേളായിട്ടില്ല എന്ന് തന്നെ പറയാം. സാറില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റാക്കാം. അപ്പം നമ്മൾ ഏകദേശം
മൊത്തമായിട്ട് അഴിച്ച് തീരാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടല്ലോ. ഇതാണ് ഫൈനൽ ലുക്ക്. കുറച്ച് പാളിപ്പോയിന്, എന്നാലും കുഴപ്പമില്ല. സംഭവം ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്, കേളായിട്ടുണ്ട്. പക്ഷേ കുറച്ച് ബാക്കോട്ടെന്നല്ല, ഈ കാണുന്ന മുടിയൊക്കെ മര്യാദയ്ക്ക് കേളായിട്ടില്ല. സാരല്ല, അടുത്ത പ്രാവശ്യം സെറ്റാക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് കേളി ഹെയറായിട്ട് എൻ്റെ മുടി ഒന്ന് കാണണം എന്നുള്ളത്. അതേതായാലും നടന്നു. സംഭവം എനിക്കിഷ്ടമായി. ഇപ്പം കുറച്ച് ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ തന്നെയാണ് ഇഷ്ടം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.